ഇതേ ഇവനെ ഒന്ന് നോക്കി വെച്ചോട്ടാ. ഇവനാണ് ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ഉത്തരവാദി. എന്തൊക്കെയോ സംഭവിക്കാൻ പോകണ്ടട്ടാ. നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓണാഘോഷമായിരിക്കും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഓണാഘോഷ പരിപാടി നടക്കുകയാണ്. നേരത്തെ നോക്കി വെക്കാൻ പറഞ്ഞ ഒരു വിപിൻ, നമ്മുടെ സ്റ്റുഡിയോയുടെ മെയിൻ എഡിറ്റർ. അത്യാവശ്യം നല്ല തെറ്റില്ലാണ്ട് നല്ല കിടലിനായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടീമാട്ടാ. ആള് കുറച്ച് ഐഡിയാസ് പറഞ്ഞു, ഇങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ ഐഡിയ അല്ലേ സൂപ്പറായിരിക്കുന്നത് വെച്ചിട്ട് ക്യാമ് ഫുള്ള് അവനെ ഏൽപ്പിച്ചു. ഈ കാണുന്ന വിഷ്വൽസ് കംപ്ലീറ്റ് അവനെടുത്താട്ടോ. അവൻ്റെ ഐഡിയയിൽ ഒരു 1-2 മണിക്കൂറാണ് ഷൂട്ട് ചെയ്യട്ടോ. ഷൂട്ട് ചെയ്ത വിഷ്വൽസ് കംപ്ലീറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുന്ന ഒരു 30 സെക്കൻഡ് റീലടിച്ച് അതാണ് തുടക്കം കാണിച്ചത്. ഇനി അടുത്തായിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ. കോപ്പിറൈറ്റ് അടിച്ച് ചാനൽ അടിച്ചുകൊണ്ടിരുന്ന മതിയായിരുന്നു. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കണത്. ഏകദേശം 2 സ്ട്രൈക്ക് കിടപ്പുണ്ട്. ഓരോടി കിട്ടിക്കഴിഞ്ഞാൽ തീർന്ന്. പക്ഷേ ഈ പറഞ്ഞ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രംഗണ്ണൻ്റെ പാട്ടിലാണ്ട് എങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കുക, ആ ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ ബർത്ത്ഡേയുടെ കേക്ക് മുറിയെ കഴിഞ്ഞ് ചെറിയൊരു മൂഡ് പിടിച്ചു തുടങ്ങി. ദൈവത്തെ ഓർത്ത് ഫഫേൻ ടീം നമുക്ക് സ്ട്രൈക്ക് കയറരുത്. ഇതും കൂടി സ്ട്രൈക്ക് അടിച്ച് കഴിഞ്ഞാൽ ചാനൽ അടിച്ചു പോകും. ആ അവസ്ഥയിലാണ്. പക്ഷെ എനിക്ക് ഈ പാട്ടല്ലാണ്ട് ഇവിടെ വേറൊരു ആപ്റ്റ് സോങ് ഇല്ല. ആക്ച്വലി ഈ ഒരു സിസ്റ്റം മാറണമല്ലോ യൂട്യൂബിൽ സ്ട്രൈക്ക് അടിക്കുന്ന സാധനം. കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ഷാമം വേറെ ചില്ലറ ക്ഷാമമല്ല, ഭയങ്കര ക്ഷാമമാണ്. ചില സാധനങ്ങൾക്ക് ചില മൂഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ മൂഡിലുള്ള അതേ സോങ് ചിലപ്പോൾ വേണ്ടി അതിപ്പോൾ സിനിമയിലുണ്ടാവുള്ളൂ. നമുക്ക് ചിലപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ലെങ്കിൽ നമ്മളവിടെ നിന്ന് കടകൊടുക്കല്ലേ ചെയ്യണ്ടേ. അതല്ലേ അതിൻ്റെ ഒരു ശരിയല്ലേ ഫാസിലെ ഫഫ. ഇനി ഇവിടെയാണ് ചെക്കൻ്റെ ഐഡിയ പറയണത്. എന്നെ കൊണ്ട് നിർബന്ധിച്ച് അവൻ ആ പറഞ്ഞ ഷോട്ട് എടുപ്പിക്കാൻ തോന്നുന്നതാണ്. പക്ഷെ രക്ഷയില്ല. വണ്ടി വേഗം എടുക്കണം. പൊന്നേ അയ്യോ അയ്യോ
ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായ ഇവന് എന്തിനാ ഷോട്ട് എടുക്കാൻ പറഞ്ഞതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. സ്റ്റുഡിയോയിൽ എല്ലാവരും പൂസോണായിരുന്നെങ്കിലും പിള്ളേരുടെ ഗെയിമിംഗ് സെഷനിൽ എല്ലാവരും ആക്റ്റീവ് ആയിരുന്നുണ്ടോ. യാതൊരു ഒളിത്തരങ്ങളും കാണിക്കാതെ പിള്ളേരെങ്ങനെ കളിക്കണേ എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും. ഷൈച്ചേട്ടൻ്റെ വൈഫാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വൈഫാണ്. ഇതാണ് ഷൈച്ചേട്ടൻ. നാളെ വന്നു നോക്കാതെ മാനേജർ ഡയറക്ടറാണ് ഇവിടുത്തെ. പാട്ട് വയ്ക്കും ഡാൻസ് കളിക്കും പിന്നെ ഗെയിം കളിക്കും, പാട്ട് വയ്ക്കും ഡാൻസ് കളിക്കും ഗെയിം കളിക്കും. ഇത് തന്നെ റിപ്പീറ്റ് ആയിരുന്നു. എല്ലാവരുടെയും സുന്ദരിക്ക് പൊട്ടുതൊടൽ പൊട്ടിച്ചോ ഇവിടെയാണോ? കൈ പിടിക്കലേ സുന്ദരിക്ക് പൊട്ടുടലിൽ ഞാൻ ജയിച്ചെങ്കിലും അവരെന്നെ അപ്രഖ്യാപിതമായി തോൽപ്പിച്ചു. തോർത്തിനിടയിലൂടെ എനിക്ക് കാണാമായിരുന്നതായിരുന്നു അവർ പറഞ്ഞ കാര്യം സത്യമായിരുന്നെങ്കിലും ഞാൻ അംഗീകരിച്ചു കൊടുത്തു. സദ്യവട്ടങ്ങളുടെ പരിപാടി ആ ഒരു സൈഡ് തുടങ്ങിയിട്ടാ. കുട്ടികളെല്ലാം കഴിക്കായിരുന്നു. കുട്ടികൾ കഴിക്കണ കാണാനായിട്ട് കുട്ടികളുടെ അമ്മമാരും ഇരുന്നു, അച്ഛന്മാരും ഇരുന്നു. ഈ ഉണ്ണിയോട് കഴിക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമല്ലേ. ഞങ്ങളുടെ കുഞ്ഞു വിരലിൽ തന്നെ കുഴച്ച് മറച്ച് തീച്ചി കൂട്ടി കഴിക്കണമെന്ന് തന്നെ അത് പറഞ്ഞു ചെയ്യിക്കണുണ്ടോ.
എന്നാലും എൻ്റെ കുഞ്ഞനി അബീബിനെ വീഡിയോ ഹൊറിസോണ്ടലി എടുത്ത് യൂട്യൂബിലിടാൻ പാകത്തിന് എടുക്കാൻ പറഞ്ഞിട്ട് അവൻ എടുത്തു വെച്ചത് കംപ്ലീറ്റ് ഇൻസ്റ്റാഗ്രാമിലിടാൻ പാകത്തിന്. ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ, ഉള്ളതെല്ലാം കൂടി തട്ടിക്കൂട്ടി പറക്കി ഒരു ഓണാഘോഷം എന്നും പറഞ്ഞിടാം, വേറെ വഴിയില്ല. കംപ്ലീറ്റ് കാരണം വരട്ടെ, കംപ്ലീറ്റ് കാരണം ഫുട്ടേജ് ഫുള്ള് അവിടെ ഇവിടെയൊക്കെ തോന്നി പോലെ എടുത്ത് വെച്ച്. പക്ഷെ ബെസ്റ്റ് എഡിറ്ററാണ്. എൻ്റെ മുഖം ഒന്നുകൂടി കാണിച്ചു തരാം. ദേ ഇന്ന് തുള്ളണുണ്ടവൻ എല്ലാം കോളാക്കിയിട്ട്. എന്താ അവൻ്റെ സന്തോഷം. അപ്പോൾ ഹാപ്പി ഓണം ഗൈസ്.